എന്തു പറ്റി രാവിലെ തന്നെ? വാട്ട് ഹാപ്പൻ? നത്തിങ്. നോ, ജിജോയുടെ മനസ്സ് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം. സംതിങ് റോങ്. ഇതുവരെ ഒരു പണി നടന്നില്ല. അതെ ശിവ ഇന്നെങ്കിലും ഒരു പാട്ട് കമ്പോസ് ചെയ്താൽ മതിയായിരുന്നു. കമ്പോസിംഗ് നടന്നില്ലെങ്കിൽ ഷോപ്പിംഗും മറ്റു കാര്യങ്ങളൊക്കെ നടന്ന അച്ഛന്റെ കാശ് ശരിക്കും പൊടിക്കുന്നു. ഷോപ്പിംഗ് നമ്മൾക്ക് അച്ഛൻ വരുമ്പോൾ കാണാം. നമ്മളെ കൂടെ കഥകളി വിളിക്കും. വേഗം വാ. ഏതാ നിന്റെ ശിവ വെള്ളി ഇത് മനപ്പൂർവ്വം വിട്ട് വലിയ. അതെ അതെ കമ്പോസിങ് തുടങ്ങി തോന്നുന്നു. എടാ ജിജോ, എന്താ ഇത്? എണീറ്റ് വാടാ. ഓ ശിവ കാലത്തെ തുടങ്ങി. നിനക്കെന്താ ഒരു വൈക്ലഭ്യം? കൊറേ നേരായി ഞാനും ഇതന്നെ ചോദിക്കാം. നോ ആൻസർ. അതെ, നമ്മളിങ്ങോട്ട് എഴുന്നള്ളിയത് മ്യൂസിക് കമ്പോസിങ്ങിനോ അതോ ഇങ്ങനെ വെള്ളം അടിച്ച് വെള്ളത്തിൽ ബോട്ട് സ്കൂട്ടർ ഓടിച്ച് രസിക്കാനോ? 2 മാസത്തിനുള്ളിൽ സോങ്സ് കൊടുത്തോളാന്ന ഡൊമിനിക് അച്ചാനുമായുള്ള എഗ്രിമെന്റ്. ഇവിടെ വന്നിട്ട് ദിവസം 6 ആയി. ഒരു ബിറ്റെങ്കിലും കമ്പോസ് ചെയ്തോ? അച്ചായന്റെ സ്വഭാവം അറിയാലോ. എല്ലാവർക്കും വെട്ടൊന്ന് തുണ്ടൻ 2, അച്ചായനത് 3. അങ്ങനെ ദിവസവും നേരെ നോക്കി മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ ഈ ജിജോ സാംസനെ കിട്ടില്ല. അത് അവൻ പറയട്ടെ. ജിജോ, എന്താ നിന്റെ ഭാവം? നിനക്ക് എന്താ പറ്റിയേ? ഇവനിത് എങ്ങോട്ടാ? വാ നോക്കാം. എക്സ്ക്യൂസ് മീ. യെസ്, ഞങ്ങളെല്ലാം നിങ്ങളുടെ ഫാൻസാ. താങ്ക് യു. നിങ്ങളെല്ലാരെയും പരിചയപ്പെടാൻ വന്നതാ ഞങ്ങള്. അതിനെന്താ? ഐ എം അൻവർ അഹമ്മദ്. ഇവിടെ ഡ്രംസ് പ്ലേ ചെയ്യുന്ന ഞാനാ. ഞാൻ സെബി, കീബോർഡ് ആൻഡ് സാക്സ്. ദിസ് ഇസ് ലക്ഷ്മി, ഞങ്ങളുടെ ഗിറ്റാറിസ്റ്റ് ആണ്. ഇതാണ് ഞങ്ങളുടെ നൈറ്റിംഗേൽ ശ്രുതി. പാട്ട് മാത്രമല്ല, ചെല്ലോ, വയലിൻ, ഗിറ്റാർ, അങ്ങനെയെല്ലാം. ഇവൻ കിച്ചു. ഹലോ. ഒരുവിധം തല്ലിപ്പുളിയാക്കി തിരക്കില്ലാതെ പാടും. അപ്പോ ജിജോ സാംസൺ? ഊവല്ലോ, ഇവിടുത്തെ ഓൾ റൗണ്ടർ ജിജോയാ. പാട്ട് പാടും, കമ്പോസ് ചെയ്യും, എല്ലാ ഇൻസ്ട്രുമെന്റ്സും പ്ലേ ചെയ്യും. അറിയാം. ഞങ്ങളിപ്പോ വന്നത് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ മാത്രമല്ല. പിന്നെ ജിജോ സാംസന്റെ ഒരു ഓട്ടോഗ്രാഫ്. സോറി, അവനിപ്പോ ഒരു സൃഷ്ടിയുടെ ഗർഭവേദനയിലാണ്. മിക്കവാറും ഡെലിവറി ഉടനെ തന്നെ ഉണ്ടാവും. നിങ്ങൾ പോയിട്ട് നാളെ വരും പ്ലീസ്. ശരി, ഞങ്ങൾ ശല്യം ചെയ്യുന്നില്ല. പിന്നെ വരാം. ബൈ. ഓക്കെ, ബൈ.
Dude, you are a master. എവിടെ നിന്ന് കിട്ടിയടാ ഈ നമ്പേഴ്സ്? ഏത് നമ്പേഴ്സ്? എവിടെ നിന്നാലും ഇറ്റ് ഈസ് ഗ്രേറ്റ്. ജിജോ നീ ഇപ്പൊ പ്ലേ ചെയ്ത ബിറ്റ്സ് ഒന്ന് കമ്പൈൻ ചെയ്താൽ മതി. ഇറ്റ് വിൽ ജംപ് ഓഫ് എ കോമ്പോസിഷൻ. Come on, boys. ഏതായാലും ആദ്യത്തെ സോങ് നന്നായി. നോ ഡൗട്ട് ഈ ആൽബം നമ്മുടെ മാസ്റ്റർ പീസ് ആവും. ഒരു പീസേ ആയിട്ടുള്ളൂ. മാസ്റ്റർ പീസ് ആവണമെങ്കിൽ ഇനി 7 സോങ് കൂടി വേണം. നമുക്ക് ചെയ്യാന്നേ. അത് മതി. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ഇവനിത് എങ്ങോട്ടാ? ഹായ്, ഐ എം ജിജോ സാംസൺ. അതിന് വെറുതെ ഒന്ന് പരിചയപ്പെടാൻ. ആദ്യം കണ്ട നിമിഷം മുതൽ വല്ലാത്തൊരു ഡിസ്റ്റർബൻസ്. സത്യം പറഞ്ഞ ഐ എം നോട്ട് നോർമൽ. അത് മനസ്സിലായി, നോർമൽ അല്ലെന്ന്. ബട്ട് ഡോണ്ട് ഡിസ്റ്റർബ് മീ. അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യയാണ് ഞാൻ. ഓഹോ, ഹസ്ബൻഡ് എവിടെ? ഏതോ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിച്ച് പോരാൻ ഇവിടെ വന്ന് അടിച്ചോണ്ടിരിക്കുന്നു. വാടാ നമുക്ക് പോവാം. സത്യം പറ, എന്താ ഉണ്ടായേ? ഒന്നുമില്ലെന്നേ. പിന്നെ വെറുതെ തല്ലാൻ അവൾക്ക് എന്താ വട്ടുണ്ടോ? ആ, എനിക്കറിയില്ല. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക. ഗുഡ് നൈറ്റ്. യെസ്. എക്സ്ക്യൂസ് മീ, ഈ നമ്പറിൽ ഇപ്പൊ വിളിച്ചിരുന്നോ? ഉവ്വ്, ആരാ? ഞാനാ. ഞാനോ? ഏത് ഞാൻ? ആ കവിളത്ത് ഇപ്പോഴും എന്റെ വിരൽപ്പാടുണ്ടാവും. My Jesus, I just can't believe it. പറയൂ, എന്താ ഇപ്പൊ? എനിക്കൊന്ന് കാണണം. Why not? എവിടെ വരണമെന്ന് പറഞ്ഞോളൂ. Within 5 minutes I will be there. നോ നോ, ഇപ്പോഴല്ല, ടുമോറോ മോർണിംഗ്. നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ അതേ സ്ഥലം. വരില്ലേ? Sure. Yeah! എന്തിനാ കാണണമെന്ന് പറഞ്ഞ? പറയാം. അതിനുമ്പൊന്ന് ചോദിച്ചോട്ടെ, എന്റെ സെൽ നമ്പർ എങ്ങനെ കിട്ടി? ഇഫ് there is a will, there is a way. ഫേമസ് ആയ ഒരു മ്യൂസിഷ്യൻ അല്ലേ, ഒട്ടും പ്രയാസപ്പെടേണ്ടി വന്നില്ല. ധാരാളം കേട്ടിട്ടുണ്ട് ജിജോയുടെ മ്യൂസിക്. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. താങ്ക്സ്. എന്നിട്ട് പേര് പറഞ്ഞില്ല. സാന്ദ്ര. ഹസ്ബൻഡ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞല്ലേ? നോ, ഐ എം സാന്ദ്ര സത്യനാഥ്. വളരെ ബിസിയായ ഒരു ബിസിനസ്സുകാരനാണ് സത്യനാഥ്. മോർ ദൻ ദാറ്റ്, എ ഡെഡിക്കേറ്റഡ് ഹസ്ബൻഡ്. വീക്കെൻഡ്സിലെ വരാറുള്ളൂ. പക്ഷെ എത്ര ബിസിയാണെങ്കിലും എന്റെ മൈന്യൂട്ട് മൊമെന്റ്സ് പോലും സത്യനാഥ് അറിയും. ഇന്നലെ ഹോട്ടലിൽ ഞാൻ ജിജോയെ തല്ലിയത് പോലും അപ്പൊ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ബട്ട് ഹി വിൽ ബി ഹാപ്പി. ഹാപ്പി? അതെ, എന്നെ ശല്യപ്പെടുത്തി ഏതോ ഒരു ചെറുപ്പക്കാരനെ ഞാൻ തല്ലി എന്നല്ലേ അറിയൂ. ഐ എം സോറി. ഏയ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. സാൻഡ്രയ്ക്ക് ഇത്ര സെൻസിറ്റീവും പൊസസീവുമായ ഭർത്താവുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഐ എം ഡേഞ്ചറസ് ടു. ഐ ഡോണ്ട് കെയർ.
ഇങ്ങനൊരാളുടെ ഭാര്യയാണെന്നറിയാതെ പേര് പോലും അറിയാതെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. കണ്ട നിമിഷം മുതൽ ഇതിന്റെ പേരിൽ എന്ത് തന്നെ സംഭവിച്ചാലും എന്റെ മനസ്സ് മാറില്ല. ഐ ലവ് യു. യെസ്, ഐ ലവ് യു സാൻഡ്ര.